എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകൾ നിലവിൽ അവസാനിച്ചിട്ടുണ്ട്. ഇനി വിദ്യാർത്ഥികൾ അതിൻ്റെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുകയായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് വിദ്യാർത്ഥികൾക്ക് ഒരു +1 +2 പരീക്ഷകളിൽ വിദ്യാർത്ഥികളെ ജയിപ്പിക്കുമോ എന്നുള്ളത്. അതായത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 1 മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസത്തിൽ വിദ്യാർത്ഥികൾ +1 അല്ലെങ്കിൽ +2 പരീക്ഷകളിൽ തോൽക്കുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങൾ നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഇതേപോലെയാണ്. അതായത് +2ൻ്റെ റിസൾട്ട് ഉണ്ടാവുക. +1 റിസൾട്ട് ആണെങ്കിൽ അതിൽ ആകെ ഇത്രയും പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് സബ്ജക്റ്റ് ഫസ്റ്റ് ഇയറിൻ്റെ CE മാർക്ക്, TE മാർക്ക്. CE എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ, അതുപോലെ തന്നെ TE എന്ന് പറയുമ്പോൾ പരീക്ഷയുടെ മാർക്ക്, അതായത് ടെർമിനൽ ഇവാലുവേഷൻ, അതുപോലെ തന്നെ GM എന്ന് പറഞ്ഞാൽ ഗ്രേസ് മാർക്ക്, അതുപോലെ തന്നെ ടോട്ടലായിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണ് ആ ഒരു മാർക്ക് എന്നിവയാണ് +1 വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ +1 +2 ഓവറോൾ ആയിട്ട് നിലവിലിപ്പോൾ +2 റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ +2 റിസൾട്ട് വരുന്ന സമയത്ത് ഇതേപോലെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ +1 ഇംപ്രൂവ്മെൻ്റ് ആണ് എഴുതിയതെങ്കിൽ ഏതൊക്കെ വിഷയത്തിൻ്റെതാണ് പരീക്ഷ നിങ്ങൾ ഇംപ്രൂവ്മെൻ്റ് ആയിട്ട് എഴുതിയത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് വിദ്യാർത്ഥികൾക്ക് അതിൽ കാണാൻ പറ്റത്തുള്ളൂ. മറ്റ് സബ്ജക്റ്റുകളുടെ ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഇൻറ്റ് മാർക്ക് ഇട്ടതായിട്ട് കാണാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ, അതായത് ഓൾറെഡി +2 പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥി ആണ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം എന്ന് പറയുന്നത്. എന്നിട്ടും ജയിക്കാൻ പറ്റാത്ത ഒരു വിദ്യാർത്ഥി വീണ്ടും പരീക്ഷ എഴുതുന്നതുകൊണ്ടാണ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇതേ രീതിയിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ റിസൾട്ട് ഇപ്പോൾ +1 ഇംപ്രൂവ്മെൻ്റ് ആയിരുന്നാലും അല്ലെങ്കിൽ +2 റിസൾട്ട് ആയിരുന്നാലും അതിൽ ഇതേപോലെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എലിജിബിൾ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഡൗട്ട്സ് ആണ്. അതായത് നിങ്ങൾ ഏത് വിഷയത്തിന് തോറ്റു എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ വിഭാഗത്തിൽ അതായത് +1 പരീക്ഷ ആദ്യമായിട്ട് എഴുതുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ സാധാരണ അതിൽ +1 തോൽക്കാറില്ല. കാരണം +1 തോറ്റിട്ടുണ്ടോ ജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരിക്കലും ആരും പറയാറില്ല. കാരണം നിങ്ങളുടെ റിസൾട്ട് തന്നെ അതുകൊണ്ടാണ് ഇതേ രീതിയിൽ ഇത്രയും ഡീറ്റെയിൽസ് മാത്രം ഉൾക്കൊണ്ടുവരുന്നത്. +1 റിസൾട്ട് വരുന്ന സമയത്ത് അതിൽ റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നോ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നോ ഉണ്ടാവില്ല. കാരണം +1 പരീക്ഷ ചെയ്ത ഒരു വിദ്യാർത്ഥി നേരെ പോകുന്നത് +2യിലേക്കാണ്. ആ ഒരു +2യിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്നുള്ളതും ഒരിക്കലും നോക്കില്ല. നിങ്ങൾക്ക് ആ ഒരു മിനിമം മാർക്ക് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നേരെ +2യിലേക്കാണ് പോവുക. അപ്പോൾ ഇതിനുശേഷം +1ന് കുറവുള്ള മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെൻറ്റ് ചെയ്തിട്ട് മാർക്ക് കൂടുതൽ വാങ്ങാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ +1 ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമെങ്കിൽ +2ന് കുറച്ച് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനും നോക്കാവുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഇയറിന് നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ കൂടി +2ന് കുറച്ച് നന്നായിട്ട് പഠിക്കുക. കാരണം +2ൻ്റെ മാർക്കാണ് വിവിധ തരത്തിലുള്ള മത്സര പരീക്ഷകൾക്ക് വേണ്ടി പരിഗണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ +1 സയൻസ് വിഭാഗത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി +1ന് മാർക്ക് കുറവാണ് എന്നുള്ളത് കൊണ്ട് +2ന് പഠിക്കാതെ ഇരിക്കരുത്. +2ന് കുറച്ച് നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക്, അത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ +2ന് പറ്റുമെങ്കിൽ ആ ഒരു രീതിയിൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് നോക്കുക. കാരണം +2ൻ്റെ മാർക്കാണ് വിവിധ തരത്തിലുള്ള മത്സര പരീക്ഷകൾക്കായിട്ട് പരിഗണിക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഡബിൾ വാല്യുവേഷൻ ചെയ്യപ്പെടുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഡബിൾ വാല്യുവേഷൻ ചെയ്യപ്പെടുന്ന സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവയാണ് ഉൾപ്പെടുന്നത്. അതിൽ ഫസ്റ്റ് ഇയറിൻ്റേത് ഡബിൾ വാല്യുവേഷൻ ചെയ്യുന്നില്ല. സെക്കൻഡ് ഇയറിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ മാത്രമാണ് ഡബിൾ വാല്യുവേഷൻ ചെയ്യുന്നത്. അതും സയൻസ് വിഭാഗത്തിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ മാത്രമാണ് ഡബിൾ വാല്യുവേഷൻ ചെയ്യുന്നത്. കാരണം ആ ഒരു വിദ്യാർത്ഥികൾ കീമിൻ്റെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ മാർക്ക് പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ സബ്ജക്റ്റുകൾ ഡബിൾ വാല്യുവേഷൻ ചെയ്യുന്നത്. ഡബിൾ വാല്യുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിലധികം ടീച്ചേഴ്സ് നിങ്ങളുടെ ആൻസർ ഷീറ്റ് വാല്യുവേഷൻ ചെയ്യുന്നതിനാണ് ഡബിൾ വാല്യുവേഷൻ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഡബിൾ വാല്യുവേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡബിൾ വാല്യുവേഷൻ എന്താണെന്ന് പറയാം. നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒരു ടീച്ചർ വാല്യുവേഷൻ ചെയ്യും, പിന്നീട് ആ ഒരു മാർക്ക് സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യും. അതിനുശേഷം വീണ്ടും മറ്റൊരു ടീച്ചർ നിങ്ങളുടെ ആൻസർ ഷീറ്റ് വീണ്ടും വാല്യുവേഷൻ ചെയ്യും. അപ്പോൾ ആ ഒരു ടീച്ചർ നൽകുന്ന മാർക്കും സിസ്റ്റത്തിൽ, അതായത് സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്യും. ഇങ്ങനെ എൻ്റർ ചെയ്ത മാർക്കുകൾ തമ്മിൽ വ്യത്യാസം, അതായത് 10% മാർക്ക് വ്യത്യാസമുണ്ടെങ്കിൽ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫിസിക്സിൻ്റെ ആൻസർ ഷീറ്റ് വാല്യുവേഷൻ ചെയ്തു. നിങ്ങൾക്ക് ആദ്യത്തെ ടീച്ചർ വാല്യുവേഷൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയത് ഒരു 35 മാർക്കാണെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ ടീച്ചർ വാല്യുവേഷൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയത് ഒന്നുകിൽ അതായത് 41 മാർക്കോ അതല്ലെങ്കിൽ
29 മാർക്കുമാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാലും ഏകദേശം 6 മാർക്കിൻ്റെ വ്യത്യാസം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അത്രയും മാർക്കിൻ്റെ വ്യത്യാസം വരുന്ന 6 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 60 മാർക്കിൻ്റെ 10% എന്ന് പറയുന്നതാണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 60 മാർക്ക് പരീക്ഷയിൽ 6 മാർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ 10% ആണ്. അപ്പോൾ ഈ ഒരു 6 മാർക്ക് വ്യത്യാസം വരികയാണെങ്കിൽ മൂന്നാമതായിട്ട് മറ്റൊരു ടീച്ചർ വയലേഷൻ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ടീച്ചർ നൽകുന്ന മാർക്ക് എത്രയാണോ ആ ഒരു മാർക്കാണ് പരിഗണിക്കാം. ഇനിയിപ്പോൾ 2 ടീച്ചേഴ്സ് വയലേഷൻ ചെയ്ത ആ ഒരു മാർക്കുകൾ തമ്മിൽ 10% വ്യത്യാസം ഇല്ലാത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കൂടിയ മാർക്ക് ഏതാണോ ആ ഒരു മാർക്കാണ് ഈ ഒരു ഡബിൾ വാല്യുവേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് നൽകുന്നത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്രമാത്രമാണ്. ഡബിൾ വാല്യുവേഷൻ ചെയ്ത സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് റീവാല്യുവേഷനായിട്ട് അപേക്ഷിക്കാൻ പറ്റത്തില്ല. അതായത് സെക്കൻഡ് ഇയറിലെ സബ്ജക്റ്റ് റീവാല്യുവേഷനായിട്ട് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ റീവാല്യുവേഷൻ അപേക്ഷിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഫസ്റ്റ് ഇയറിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ റീവാല്യുവേഷനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് ഇയറിലെ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പിക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് തോറ്റ വിഷയം എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് +1 വിദ്യാർത്ഥികളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വിദ്യാർത്ഥി നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാലും അല്ലെങ്കിൽ കൂടിയാലും നിങ്ങൾ നേരെ +2 പോകുമെന്നുള്ളത്. ഇനി സെക്കൻഡ് ഇയറിലെ വിദ്യാർത്ഥികളുടെ കാര്യം ആണ് നോക്കുന്നത്. സെക്കൻഡ് ഇയറിലെ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഇതേപോലെ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. അതിൽ നിങ്ങൾക്ക് CE, PE, TE, GM എന്ന് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു TE മാർക്ക്, അതായത് പരീക്ഷയിലെ മാർക്ക് മാത്രമേ ഉള്ളൂവെങ്കിൽ നിങ്ങൾ ഓരോ വിഷയത്തിനും 60 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 36 കിട്ടിയിട്ടുണ്ടോ, അതുപോലെ 80 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 48 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കി നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൽ TE മാർക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിന് നിങ്ങൾക്ക് ഈ ഒരു 60 മാർക്ക് സബ്ജക്റ്റിൽ 36, 80 മാർക്ക് സബ്ജക്റ്റിൽ 48 കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇനിയിപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് ഈ ഒരു 36 അതുപോലെ തന്നെ 48 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടില്ല എങ്കിലാണ് വിദ്യാർത്ഥികൾ തോക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഗ്രേസ് മാർക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ TE മാർക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു വിഷയത്തിന് 32 കിട്ടിയിട്ടുണ്ട്. അതായത് കെമിസ്ട്രിക്കാണ് അവിടെ 36 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്, എന്നാൽ 32 കിട്ടിയിട്ടുള്ളൂ. അതുപോലെ ഗ്രേസ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് 36 അവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റാണ് തോറ്റത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇതേപോലെ നിങ്ങൾക്ക് C+, CO, D+ ഒക്കെയാണ് കിട്ടിയതെങ്കിൽ കൂടി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ 36, 48 ഗ്രാൻഡ് ടോട്ടലിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ ഈ ഒരു +2 സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് 1 മാർക്ക് വ്യത്യാസത്തിലൊക്കെ വിദ്യാർത്ഥികൾ തോൽക്കുമോ എന്നുള്ളത്. അപ്പോൾ +2 വിദ്യാർത്ഥികളുടെ കാര്യം പറയാം. +2 വിദ്യാർത്ഥികൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കെമിസ്ട്രിക്കൊക്കെ ആണെങ്കിൽ +1ന് 18 കിട്ടിയത്, +1ന് 18 മാർക്കാണ്. എന്നാൽ +2 നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 17 മാർക്കാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ തോക്കുന്നതായിരിക്കും. കാരണം പല വിദ്യാർത്ഥികളും 1 മാർക്ക് വ്യത്യാസത്തിലൊക്കെ തോറ്റിട്ടുണ്ടായിരുന്നു. സാധാരണ അതിൽ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് തരാൻ പറ്റുമോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഒരു 2 പ്രാവശ്യമൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് നോക്കുന്നതാണ്. അതായത് സാധാരണ അതിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 17 മാർക്ക് ആണ് കിട്ടിയിട്ടുള്ളത് വാല്യുവേഷൻ ചെയ്ത സമയത്ത്. അപ്പോൾ നിങ്ങളുടെ ആൻസർ സ്റ്റേറ്റിൽ എവിടെയെങ്കിലും മാർക്ക് തരാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് തരും. ഇനി അതേസമയം എവിടെയും മാർക്ക് തരാൻ പറ്റത്തില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 17 മാർക്കാണ് കിട്ടിയുള്ളൂവെങ്കിൽ ആ ഒരു 17 മാർക്ക് തന്നെ നിങ്ങളുടെ ആ ഒരു മാർക്കായിട്ട് എൻ്റർ ചെയ്ത് വരികയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചില സമയത്ത് നിങ്ങൾക്ക് റീവാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് മാർക്ക് വ്യത്യസ്തപ്പെടാറുണ്ട്. എന്നാൽ സാധാരണത്തിൽ റീവാല്യുവേഷൻ ടൈമിൽ എല്ലാവർക്കും മാർക്ക് മെച്ചപ്പെടാറില്ല. അതുപോലെ തന്നെ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പിന്നീട് +2 സേ പരീക്ഷയിൽ ജയിക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് +1 വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അതായത് +1 വിഭാഗം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇനി +1 വിഭാഗം വിദ്യാർത്ഥികളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ +1 വിഭാഗം വിദ്യാർത്ഥികൾക്ക് സാധാരണത്തിൽ ആ ഒരു വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്നുള്ളതൊന്നും റിസൾട്ടിൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഏത് മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ റിസൾട്ടിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു 60 മാർക്ക് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 18 മാർക്ക് കിട്ടിയിട്ടുണ്ടോ, 80 മാർക്ക് സബ്ജക്റ്റിൽ 24 മാർക്ക് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയോളം നിങ്ങൾക്ക് TE മാർക്ക് ഇനത്തിലോ അതല്ലെങ്കിൽ TE മാർക്കും ഗ്രേസ് മാർക്കും ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതിയാകും. അപ്പോൾ ഈ ഒരു മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഒന്നുകിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ റീവാല്യുവേഷനായിട്ട് അപേക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് പക്ഷെങ്കിൽ മാർക്ക് കുറവാണ്, എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു 18 24 കിട്ടിയിട്ടില്ല, ഇനി റിവാല്യുവേഷന് കൊടുത്താലും നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല എന്നുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്രമാത്രമാണ്. അടുത്ത 2027 മാർച്ച് മാസത്തിൽ നടക്കുന്ന +1 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുകയാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി ഒരു +1 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ +1 സേ എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും വിഷയം ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ആബ്സെൻ്റ്
ആബ്സെൻ്റ് ആയിട്ടുള്ള വിഷയം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷയായിട്ട് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഓൾറെഡി എല്ലാ സബ്ജക്റ്റുകളുടെ പരീക്ഷയും എഴുതിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥികൾക്ക് +1 ആ ഒരു സബ്ജക്റ്റുകളിൽ 3 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഈ ഒരു +1 സബ്ജക്റ്റുകളിൽ ഏതൊക്കെ പരീക്ഷകൾ എഴുതിയിട്ടുണ്ടോ ആ ഒരു എഴുതിയ പരീക്ഷകളിൽ 3 മാത്രമാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് +1 ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ പ്ലസ് ടു അല്ല അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും വിഷയം ആബ്സെൻ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ആബ്സെൻ്റ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷയായിട്ട് എഴുതാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി 2 വിഷയം പരീക്ഷ ആബ്സെൻ്റ് ആയി പോയി, ഇനി അതിനുശേഷം 4 വിഷയത്തിൻ്റെ പരീക്ഷ എഴുതിയിട്ടുണ്ട്, അതായത് 4 വിഷയം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് +1 സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ കൂടെ 2 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുള്ളത് 2 സബ്ജക്റ്റ് ഈ ഒരു സേ പരീക്ഷയായിട്ടും എഴുതാനായിട്ട് +1 പറ്റുന്നതാണ്. ഇനി +2 വിദ്യാർത്ഥികളുടെ കാര്യമാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിന് മാർക്ക് കുറയുകയാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി നിങ്ങൾ +2 ജയിച്ചിട്ടുണ്ടെങ്കിൽ, അത് +2 ആദ്യമായിട്ട് പരീക്ഷ എഴുതി ജയിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി +2 തോറ്റൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ തോറ്റ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണോ തോറ്റ അത്രയും സബ്ജക്റ്റ്, ഇപ്പോൾ 6 സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടെങ്കിൽ ആ 6 സബ്ജക്റ്റും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +2 സേ പരീക്ഷയായിട്ട് എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ 1 മാർക്ക് വ്യത്യാസത്തിലൊക്കെ സാധാരണത്തിൽ വിദ്യാർത്ഥികൾ തോൽക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു 1 മാർക്ക് ഇട്ട് തന്നിട്ട് ടീച്ചേഴ്സ് ജയിപ്പിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും മാർക്ക് തരാൻ പറ്റുമെങ്കിൽ കൃത്യമായിട്ട് മാർക്ക് തന്ന് നിങ്ങളെ ജയിപ്പിക്കാനായിട്ട് നോക്കുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് എവിടെയും മാർക്ക് തരാൻ പറ്റാത്ത, അതായത് എവിടെയും നിങ്ങളുടെ ആ ഒരു എല്ലായിടത്തും വേണ്ട മാർക്ക് തന്നിട്ടുണ്ട്, ഇനി ബാക്കി എവിടെയും തരാനായിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ ഒരു മാർക്കാണ് നിങ്ങളുടെ റിസൾട്ടായിട്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ പിന്നീട് +2 സേ പരീക്ഷ എഴുതി ജയിക്കേണ്ടതായിട്ട് വരുന്നതാണ്. സാധാരണ അതിൽ 1 മാർക്ക് വ്യത്യാസത്തിലൊക്കെ ഈ ഒരു +2 വിദ്യാർത്ഥികൾ തോക്കാറുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ +1 വിദ്യാർത്ഥികൾ ഒരിക്കലും തോക്കാറില്ല. കാരണം +1 വിദ്യാർത്ഥികളിൽ +1 തോറ്റിട്ടുണ്ടോ ജയിച്ചിട്ടുണ്ടോ എന്നുള്ളതും +1 റിസൾട്ടിൽ ഉണ്ടാവില്ല. അതിൽ മിനിമം മാർക്ക് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ +1 ജയിച്ചാലും അതായത് മാർക്ക് കുറഞ്ഞാലും കൂടിയാലും നിങ്ങൾ നേരെ +2 പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് +1 വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ നിലവിൽ +2 പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ +2 പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾ തോക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ +2 സേ പരീക്ഷ ജൂണിൽ നടക്കുന്ന +2 സേ പരീക്ഷ എഴുതിയാൽ മതി. ഇങ്ങനെ സേ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ +2 സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. ഇനി +2 മാർക്ക് കുറഞ്ഞവർക്ക് +2 ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. +2 തോറ്റ വിദ്യാർത്ഥികൾക്ക് എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും സേ പരീക്ഷ എഴുതാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു +2 സേ പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾ വീണ്ടും തോക്കുകയാണെങ്കിൽ 2027 മാർച്ച് മാസത്തിൽ നടക്കുന്ന +1 +2 പരീക്ഷകളിൽ നിങ്ങൾ തോറ്റ സബ്ജക്റ്റ് ഏതാണോ അതിൻ്റെ +1 +2 പരീക്ഷകൾ എഴുതേണ്ടതായിട്ട് വരും. നിങ്ങൾ +2 സേ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ തോറ്റ സബ്ജക്റ്റിൻ്റെ +2 പരീക്ഷ മാത്രമാണ് എഴുതേണ്ടതായിട്ടുള്ളത് എങ്കിൽ 2027 മാർച്ച് മാസത്തിലെ പരീക്ഷയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾ തോറ്റ സബ്ജക്റ്റിൻ്റെ +1 +2 പരീക്ഷകൾ നിർബന്ധമായിട്ടും എഴുതേണ്ടതായിട്ടുണ്ട്. ഇനി ചില സമയത്ത് നിങ്ങൾ +2 ജയിച്ചിട്ടുണ്ടാകും, +1 മാർക്ക് കുറവ് ഉണ്ട് എങ്കിലും നിങ്ങൾ +2 സേ പരീക്ഷ എഴുതുന്ന സമയത്ത് +2 ജയിക്കാൻ വേണ്ട മിനിമം മാർക്ക് എത്രയാണോ അതും അതിൻ്റെ കൂടെ +1 കുറവുള്ള മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.